NFT എന്നാൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺ. പേര് കേട്ടാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഫഞ്ചിബിൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇൻ്റർചേഞ്ചബിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ നോട്ട് മാറ്റി വേറൊരു 100 രൂപയുടെ നോട്ട് എടുത്താലും വാല്യൂ എന്താണ്? സെയിം തന്നെയാണ്. ബട്ട് നോൺ ഫഞ്ചിബിൾ മീൻസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പെയിൻറ്റിങ് വേറൊന്നുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം അതിനൊരു യുണീക്നെസ് ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് ഡെഫി, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്. ഇതിൻ്റെ ഗോൾ വലുതാണ്. നമ്മൾ സാധാരണ ബാങ്കുകളെയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും ആശ്രയിച്ചാണ് ലോൺ എടുക്കുന്നത്, അല്ലേ? മണി സേവ് ചെയ്യുന്നതും ഇൻഷുറൻസ് എടുക്കുന്നതും ഇതൊക്കെ നമ്മൾ എന്താ ഒരു ബാങ്കിനെ ആശ്രയിച്ചാണ്. എന്നാൽ ഡെഫിയുടെ ലക്ഷ്യം ഫിനാൻഷ്യൽ സർവീസ് എല്ലാം ഒരു മിഡിൽ മാൻ ഇല്ലാതെ ബ്ലോക്ക് ചെയിൻ വഴി ലോകത്ത് എവിടെയുള്ള ആൾക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെഫി എന്ന് പറയുന്നത്. ഐ ആം ഷബാബ് ഷംസുദ്ദീൻ. ബേസിക്കലി ഞാൻ ഒരു ഓൺട്രപ്രണറാണ്. ഇന്ന് മാർക്കറ്റ് നമ്മളെ ചുറ്റുപാടുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്.